ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു 1 ഡേ ടൂർ പോവാണ്. അപ്പം ഞാനും ചേട്ടായും മാത്രമല്ല, ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അമ്മു, അനന്തു, ചേച്ചി, ഞാൻ, ചേട്ടായി, ഞങ്ങൾ 4-5 പേരും കൂടിയാണ് ഞങ്ങൾ ഇന്നൊരു 1 ഡേ ടൂർ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ 4 മണി സമയമാണ്. ഞങ്ങൾ 4 മണി ആയപ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല ഇരുട്ടായിരുന്നു, കാരണം നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, തണുപ്പും നല്ല രാവിലെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കാറിൽ ഇരുന്ന് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. രാവിലെ ആണെങ്കിലും ഞങ്ങൾ അടിച്ചു പൊളിക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്, അപ്പോൾ കുറേ സ്പോട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ മാപ്പിട്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പവഴി കാണിച്ചു തന്നത് ഏതോ കാട്ടിക്കൂടിയാണ്. കാടിനകത്തൂടെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടി തുടങ്ങി, കാരണം വഴി തെറ്റിയോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും വരട്ടെ, മുന്നോട്ട് പോകാമെന്നോർത്ത് ഞങ്ങളിങ്ങനെ പോവാണ്. പക്ഷേ നല്ല പേടിയോടുകൂടിയാണ് കേട്ടോ ഞാൻ ഇരുന്നത്, കാരണം ഏത് വഴിയാണ്, എങ്ങനെയാണ്, വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല. അങ്ങനെ ഞങ്ങൾ പേടിച്ചിരിക്കുമ്പോൾ ഞങ്ങളൊരു മെയിൻ റോഡിലോട്ട് എത്തി. അങ്ങനെ ഞങ്ങളിത് ഇപ്പം കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അപ്പം നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചായയൊക്കെ കുടിക്കണമെങ്കിൽ ചായയൊക്കെ കുടിക്കാം. ഒരു ചെറിയ കപ്പേളയൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾ നേരെ ഇനി വ്യൂ പോയിൻ്റ് കാണാനായിട്ട് നടന്നു പോവാണ്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറയിൽ അധികം വെട്ടമൊന്നും കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് കാണുന്നവർ ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ കയറി പോവാണ്. അപ്പം നല്ലൊരു ചെറിയൊരു നടപ്പുള്ളൂ കേട്ടോ, ഒരുപാട് നടപ്പൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വ്യൂ പോയിൻ്റാണ് കാണുന്നത്. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നും കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യും. ഈ ഒന്ന് ഹായ് കാണിച്ചിട്ട് പോ. എല്ലാരും ഹായ് കാണിച്ചിട്ട് പോ. ഓ, അപ്പൊ ചേട്ടൻ മൈൻഡ് കുടിച്ചാണല്ല. മോൻ്റെ മഞ്ഞ് ഇവിടെ തന്നെ നമുക്ക് വ്യൂ കാണാട്ട. മഞ്ഞ് ശരിക്കും അങ്ങനെ പാറയുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറി, കാരണം എനിക്ക് സഹായം വേണമായിരുന്നു, എൻ്റെ ചെരുപ്പ് തിന്നുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ വ്യൂ പോയിൻ്റ് അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വ്യൂ പോയിൻ്റ് നല്ല ഒരുവിധം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് മേഘം നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമ്മൾ കാണുന്നത്. മേഘം ഇങ്ങനെ വന്ന് മൂടിക്കിടക്കുന്ന പോലെയാണ് മഞ്ഞും മൂടിക്കിടക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ മെത്ത വിരിച്ച പോലെ നമുക്ക് മഞ്ഞ് കാണാനായിട്ട് പറ്റി. അപ്പോൾ കുറച്ച് ഭാഗത്തുനിന്ന് മഞ്ഞിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഞ്ഞ് ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ താഴെ എന്താണെന്ന് ഞങ്ങൾ തെളിഞ്ഞ് കണ്ടിട്ടാണ് പോകുന്നത്. എന്തായാലും ഒരു അടിപൊളി കാഴ്ചയാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള വണ്ണപ്പുറം പഞ്ചായത്തിലാണ് കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ വരണം, അതായത് വെളുപ്പിനെ വരണം. എങ്കിൽ മാത്രമേ ഈ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ നേരം വെളുത്ത് വന്നു കഴിഞ്ഞാൽ മഞ്ഞ് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത്രയും കോട നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം രാവിലെ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം മഞ്ഞ് മാറിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിപ്പോരുന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ രാവിലെ ഒരു ചായ പോലും കുടിച്ചില്ല. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചായ കുടിക്കാനായിട്ടൊക്കെ ഇരുന്നു. മാസ് കാണിക്കാൻ പറഞ്ഞു. ചായ ഗ്ലാസ് എങ്ങനെയുണ്ട്?
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് ഇനി അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. അടുത്ത സ്പോട്ട് ഏതാണെന്ന് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.